അൻഹായോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഖൂമി ഫീ ഉളഹിയതിക, നീ നിന്റെ ബലിമൃഗത്തെ ഇറക്കുമ്പോൾ നീയും അവിടെ ഉണ്ടായിരിക്കണം. ഫഷ്ഹദീഹ, നീ അതിന് സാക്ഷിയാകണം. നിന്റെ ബലിമൃഗത്തിന്റെ കഴുത്തിലേക്ക് കത്തി വെക്കുമ്പോൾ നീയും അതിന്റെ അടുക്കൽ സന്നിഹിതയായിരിക്കണം. ഫഇന്നഹ യഗ്ഫിറു ലക ഇൻദ അവ്വല ഖത്രത്തിൻ മിൻ ദമിഹാ കുല്ല ദംബിൻ അമൽതഹു, നീ കത്തിവെച്ച് അതിൽ മുറിവുണ്ടായി നിന്റെ ബലിമൃഗത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന രക്തത്തുള്ളി ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ആദ്യത്തെ രക്തത്തുള്ളിയിലൂടെ അള്ളാഹു നിന്റെ മുഴുവൻ പാപങ്ങളെയും പുറത്തു നൽകും. അതുകൊണ്ട് അതിന് നീ സാക്ഷിയാകണമെന്ന് പ്രവാചകൻ ഫാത്തിമയോട് പറയുന്നുണ്ട്. അതായത് ഒരു ഷഹീദിന്റെ ശരീരത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന രക്തത്തുള്ളിയിൽ ഭൂമിയിലേക്ക് പതിക്കുന്നത് അവന്റെ പാപത്തെ പരിശുദ്ധമാക്കുന്നത് പോലെ തന്നെ ഒരു ബലിമൃഗത്തിന്റെ രക്തത്തിലൂടെ ഈ മനുഷ്യന്റെ പാപങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനൊരു പവിത്രത കൽപ്പിച്ചാൽ മൃഗത്തെ മാറ്റി നിർത്തണം എന്നൊന്നും ഇസ്ലാം പറയുന്നില്ല. ഇസ്ലാം അതിനെ അറക്കുക എന്നതാണ് പറഞ്ഞിട്ട് നിങ്ങളതിനെ അറുത്തു കഴിഞ്ഞാൽ ആരോടും ചോദിക്കാതെ മുണ്ട് മുറുക്കിയെടുത്ത് ജീവിക്കുന്ന പട്ടിണി പാവങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടാകും. അവർക്ക് നിങ്ങൾ കൊടുക്കണം. ചോദിച്ചു നടക്കുന്ന ആളുകളുണ്ടാകും. ഏതാളുകളായാലും നിങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി അതിനെ ഉപയോഗിക്കണമെന്നും അള്ളാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ബലി എന്തിനെന്ന് നമ്മൾ ചിന്തിക്കല്ലേ. ബലി നടത്തി ചില ആളുകളുടെ വെറുതെ ശരിയായ നിയമങ്ങളെ പരിഹസിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ എന്തിനാണ് ഇത്രയും ബലിമൃഗത്തെ ഇറക്കുന്നത്? ഈ ബലിമൃഗത്തെ ഇറക്കുന്ന കാശ് കൊണ്ട് നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് കുറച്ച് ആഹാര സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഒരാളുടെ കല്യാണത്തിന് ഉപയോഗിച്ചാൽ അതല്ലേ നല്ലത് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇവന്റെ വീട്ടിൽ 3 നേരം ഇറച്ചി ഉണ്ടാകും, ഇവൻ 2 നേരം ഇറച്ചി ഒഴിവാക്കി ഒരു നേരം കൊണ്ട് പാവപ്പെട്ട കൊടുക്കാത്തവനായിരിക്കും പറയുന്നത്. ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നും, ഇസ്ലാം ഒരു ശരീഅത്ത് നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നതാണ്. അത് ചെയ്യാതെ വേറെ നന്മയ്ക്ക് വേണ്ടി പൈസ മാറ്റി വെക്കുക അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ 200 രൂപയ്ക്ക് ചെരുപ്പിടുന്ന ആളുകളുണ്ട്, ഇവന് 100 രൂപയ്ക്ക് ചെരുപ്പിടാം. അങ്ങനെ 100 ഒരാൾക്ക് സക്കാത്തായിട്ട് കൊടുക്കാം. 3 നേരം ആഹാരം കഴിക്കുന്നവർ 2 നേരം ആഹാരം കഴിച്ചിട്ട് 1 നേരത്തിന്റെ പൈസ എടുത്തിട്ട് പാവപ്പെട്ടവർ കൊടുക്കുക. ഇതൊന്നും ചെയ്യൂല. ഇസ്ലാമിന്റെ ശരീഅത്ത് നിയമങ്ങൾ പൈസ മുടക്കി ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും, ഹജ്ജിന്റെ കാര്യം പറയുമ്പോഴും ഇത് പറയുന്ന ആളുകളുണ്ട്. ഇത്രയും പൈസ മുടക്കി എന്തിനാ ഹജ്ജ് ചെയ്യുന്നത്? അത് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള